സോ ഹേ ഗൈസ് വെൽക്കം ടു യു ആർ വാച്ചിങ് ടിവി ഓട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. പുതിയതായിട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്, ഒത്തിരി ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. നമ്മൾ ഒത്തിരി നാളുണ്ടെങ്കിലും ചോദിക്കുന്നതാണ് ഈ സ്പ്ലെൻഡർ ഫോർത്ത് ഗാർഡ് വെക്കുന്നതിനെ പറ്റിയിട്ട് എന്താണ് അതിൻ്റെ അഭിപ്രായം, എങ്ങനെയാണ് അത് ചെയ്യുന്നത്, ഏതാ യൂസ് ചെയ്യുന്നത് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇന്നൊരു ചെയ്യുക. അപ്പം ഇത് വലിയ ടൈം എടുക്കുന്ന പ്രോസസ് അല്ലാത്തതുകൊണ്ടാണ് ഈ ചെറിയ വീഡിയോ എന്ന് പറഞ്ഞത്. ഷടയെ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറയേണ്ടത് ഇതാണ്. നമുക്കിപ്പോൾ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോർ ഗാർഡ് പല വരുന്നുണ്ട്. നമ്മുടെ മെറ്റലിൻ്റെ വരുന്നുണ്ട്. ഇതൊരു FRP ഫിനിഷിംഗ് ആണ്, അത്യാവശ്യം ക്വാളിറ്റി വരുന്നുണ്ട്. നമുക്ക് 2-3 കളറിലൊക്കെ അവൈലബിൾ ആണ്, ബ്ലാക്കും ഗ്രീനും ബ്ലൂ ഒക്കെ കളർ അവൈലബിൾ ആണ്. സംഭവം ഇപ്പോൾ ഇതുണ്ടല്ലോ, ഇത് വൈറ്റ് കളറാണ് നമ്മൾ ഇപ്പോൾ ഈ വേണ്ട കേസിൽ എടുത്തേക്കുന്നത്. ഇത് ഡയറക്റ്റ് ഫിറ്റ് അല്ല, ഇത് ഡിസ്ക് ഇല്ലാത്ത മോഡൽ വണ്ടികൾക്ക് വെക്കാനായിട്ട് ചെയ്ത് വെച്ചേക്കുന്ന മോഡലാണ്. ഇതിൽ കുറച്ച് ഓൾട്രേഷൻസ് ചെയ്താണ് നമ്മൾ ഈ ഡിസ്ക് ഉള്ള സ്പ്ലെൻഡറിൽ. ഇത് നമുക്ക് ഫ്രണ്ടിൽ ഡിസ്ക് വരുന്നുണ്ട്. ഇപ്പം ഏത് ഡിസ്ക് ആണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഇതിനകത്തിരിക്കുന്നത് RTRൻ്റെ ആണെങ്കിലും ഏത് ഡിസ്ക് ആണെങ്കിലും ഈ സെയിം പ്രോസസ്സാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ടിസ്റ്റിൻ്റെ മൾഗാർഡാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കട്ടിങ് പരിപാടിയും ഉണ്ട്, പിന്നെ ക്ലാമ്പിൽ ചെറിയ ഓൾട്രേഷൻ കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് എന്തൊക്കെ ഡിഫറൻസ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിലോട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ ഈ സൈഡിൽ ഇപ്പോൾ ഡിസ്ക് ഇല്ലാത്ത വശത്ത് നോക്കുമ്പോഴത്തേക്ക് ആപ്പാടെ വരുന്ന ഓൾട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഏരിയ കട്ട് ചെയ്ത് കളയാൻ വരും. കാരണം നമ്മുടെ മൾഗാർഡ് കട്ടാതെ കറക്റ്റ് നമ്മൾ സൈസിങ് ആയിട്ട് ഇരിക്കണം. അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ പക്ക പ്രോപ്പർ ഫിറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാമ്പിൻ്റെ ചെറിയൊരു ഓൾട്രേഷൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സോ ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ക്ലാമ്പ്, ഇതിൻ്റെ കൂടെ കിട്ടുന്ന ക്ലാമ്പ്. പക്ഷേ ഈ ഹോൾ വന്നിട്ട് നമുക്കൊരു 8-ൻ്റെ ഹോളാണ് വരുന്നത്. നമ്മളത് ഹോള് വലിയ ബിറ്റിട്ട് ഹോൾ ഇട്ട് തുളച്ച് റെഡി ആക്കണം. സംഭവം ഈ തുളച്ചാലേ നമുക്ക് ഈ സൈസുള്ള ഫോർക്കിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് കയറ്റി വെച്ചിട്ട് അതിൻ്റെ വ്യത്യാസം ഒന്ന് കാണിച്ചു തരാം. സംഭവം നമ്മൾ ഈ സൈഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ അതുപോലെ മനസ്സിലാവും. സംഭവം നൈസൊരു ലുക്ക് കൊടുക്കുന്നുണ്ട് വണ്ടി. നല്ലൊരു എസ്തറ്റിക് അപ്ഗ്രേഡ് ആണ് ഈ സാധനം എന്ന് പറയുന്നത്. അപ്പം ഇതിലൊരു എന്നാ പറയണ്ട, ഹീറോന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനികളുടെ പേര് മോട്ടോറോസിനൊക്കെ അടിക്കുവാണെങ്കിൽ നൈസ് ലുക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങേ സൈഡ് സെറ്റ് ചെയ്യണം. അങ്ങേ സൈഡ് സെറ്റ് ചെയ്യുന്ന ഇച്ചിരി ടാസ്ക് ആണ്, കാരണം ഇതിനകത്ത് ഒത്തിരി കട്ടിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് അപ്പുറത്ത് വെച്ച് നോക്കിയിട്ട് കാണിച്ചു തരാം. സോ നമ്മളിത് ഏകദേശം ഇവിടെ വെച്ച് നോക്കി നമ്മളതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കട്ടിങ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ആസ്യൂഷ്വൽ നമ്മൾ അപ്പുറം സൈഡ് വന്നിട്ട് കട്ടിങ്. പിന്നെ ഈ സൈഡിൽ ഇവിടുത്തെ ഇതിൻ്റെ ക്ലാമ്പ് ഉണ്ടല്ലോ ഓഫീസ് സൈഡിൽ, അത് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും. അതിൻ്റെ ഇവിടുത്തെ ചെറിയ പീസ് കളഞ്ഞാൽ ഇതിൽ പക്ക ഇതിൽ സീറ്റ് ആയിക്കോളും. നമുക്ക് ഇവിടെ ഒരു സൈഡിലെ ക്ലാമ്പ് ഇട്ടാൽ മതിയാവും, കാരണം ഓൾറെഡി ഇവിടെ കുറേ ഓപ്ഷൻസ് ഇതുകൊണ്ട് പിടിച്ചിരുന്നോളും. നമ്മളിപ്പം ഈ മേളത്തെ ഒരു ക്ലാമ്പ് ഇട്ട് വലിച്ചു മുറുക്കിയിട്ട് ഓവറോൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഡിസ്കിൻ്റെ സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ, ഇതാണ് ലുക്ക്. നമുക്കപ്പോൾ ഒന്ന് വാഷൊക്കെ ചെയ്തിട്ട് ഓവറോൾ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഫ്രണ്ട് ഫോർ ഗാർഡ് മൊത്തം സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. സംഭവത്തിന് ഓവറോൾ ലുക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സംഭവം നല്ല രീതിക്ക് ഒരു എസ്തറ്റിക് ലുക്ക് നമ്മുടെ വണ്ടിക്ക് കൊടുക്കും ഫോർ ഗാർഡ് എന്ന് പറയുന്നത്. ആക്ച്വലി മോട്ടോക്രോസ് വണ്ടികളാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അതിലൊരു ചെറിയൊരു മോട്ടോക്രോസ് നിന്ന് എന്തെങ്കിലും ഒരു ബാഡ്ജിങ് വല്ലതും വരുവാണെങ്കിൽ ഇച്ചിരി ഭംഗിയായിരിക്കും. സംഭവം ഓവറോൾ ഒരു ലുക്കിൽ നല്ലൊരു എൻഹാൻസ്മെൻറ്റ് നമ്മുടെ ഈ എന്നാ പറയണ്ടേ ഫോർ ഗാർഡ് കൊടുക്കും. അപ്പം ഇതാണ് നമ്മുടെ ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഒരു ചെറിയ വീഡിയോ ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ഡിസ്ലൈക്ക് ആയിട്ട് കാരണം കാണുക. ഫ്രം TVM Automotives.